അക്കാലത്ത് യേശു അരുൾ ചെയ്തു, ഞാൻ സാക്ഷാൽ മുന്തിരിച്ചെടിയും എൻ്റെ പിതാവ് കൃഷിക്കാരനുമാണ്. എൻ്റെ ശാഖയിൽ ഫലം തരാത്തതിനെ അവിടുന്ന് നീക്കിക്കളയുന്നു. എന്നാൽ ഫലം തരുന്നതിനെ കൂടുതൽ കായ്ക്കുവാൻ വേണ്ടി അവിടുന്ന് വെട്ടിയൊരുക്കുകയും ചെയ്യുന്നു. ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനം നിമിത്തം നിങ്ങൾ ശുദ്ധിയുള്ളവരായിരിക്കുന്നു. നിങ്ങൾ എന്നിൽ വസിക്കുവിൻ, ഞാൻ നിങ്ങളിലും വസിക്കും. മുന്തിരിച്ചെടിയിൽ നിൽക്കാതെ ശാഖയ്ക്ക് സ്വയമേവ ഫലം പുറപ്പെടുവിക്കുവാൻ സാധിക്കാത്തതുപോലെ എന്നിൽ വസിക്കുന്നില്ല എങ്കിൽ നിങ്ങൾക്കും സാധിക്കില്ല. ഞാൻ മുന്തിരിച്ചെടിയും നിങ്ങൾ ശാഖകളുമാണ്. ആരെന്നിലും ഞാൻ അവനിലും വസിക്കുന്നുവോ അവൻ ഏറെ ഫലം പുറപ്പെടുവിക്കുന്നു. എന്നെ കൂടാതെ നിങ്ങൾക്കൊന്നും ചെയ്യുവാൻ കഴിയുകയില്ല. എന്നിൽ വസിക്കാത്തവൻ മുറിച്ച് മാറ്റപ്പെട്ട ശിഖരം പോലെ പുറത്തേക്ക് എറിയപ്പെടുകയും ഉണങ്ങിപ്പോവുകയും ചെയ്യുന്നു. അത്തരം കൊമ്പുകൾ ശേഖരിച്ച് തീയിലിട്ട് കത്തിച്ചു കളയുന്നു. നിങ്ങൾ എന്നിൽ വസിക്കുകയും എൻ്റെ വാക്കുകൾ നിങ്ങളിൽ നിലനിൽക്കുകയും ചെയ്യുന്നുവെങ്കിൽ ഇഷ്ടമുള്ളത് ചോദിച്ചുകൊള്ളുക, നിങ്ങൾക്ക് ലഭിക്കും. നിങ്ങൾ ധാരാളം ഫലം പുറപ്പെടുവിക്കുകയും അങ്ങനെ എൻ്റെ ശിഷ്യന്മാരെ തീരുകയും ചെയ്യുന്നത് വഴി പിതാവ് മഹത്വപ്പെടുന്നു. ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ള പ്രിയ ദൈവമക്കളെ, ഈ വിശുദ്ധ പ്രഭാതത്തിൽ നാം ദൈവത്തിരുസന്നിധിയിൽ പ്രാർത്ഥനാപൂർവമായിരിക്കുമ്പോൾ ക്രിസ്തു നൽകുന്ന ഉപമയുടെ ആത്മീയത ധ്യാനിക്കാം. ഞാൻ സാക്ഷാൽ മുന്തിരിച്ചെടിയും എൻ്റെ പിതാവ് കൃഷിക്കാരനുമാണ്. ആരെന്നിലും ഞാൻ അവരിലും വസിക്കുന്നുവോ അവൻ ഏറെ ഫലം പുറപ്പെടുവിക്കും. നാം നിത്യരക്ഷയുടെ ഫലം പുറപ്പെടുവിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. അതിനുള്ള ഭൂമിയിലെ ഏക മാർഗം ക്രിസ്തുവാകുന്ന തായ്തന്നോട് ചേർന്ന് നിൽക്കുക എന്നതാണ്. നാം ക്രിസ്തുവിനോട് ചേർന്ന് നിൽക്കുമ്പോൾ നമുക്ക് നിത്യതയുടെ ഫലം പുറപ്പെടുവിക്കുവാൻ കഴിയുന്ന ശാഖകളായി രൂപാന്തരപ്പെടും. എന്നാൽ നാം അഭിമാനബോധത്തോടെ വിശ്വാസത്തിൻ്റെ ബലക്കുറവിൽ നാം ദൈവത്തിൽ ആശ്രയിക്കാതെ നമ്മുടെ കഴിവിലും ശക്തിയിലും ആശ്രയിച്ചുകൊണ്ട് ദൈവത്തെ മറന്ന് ജീവിച്ചാൽ നാം വെട്ടിമാറ്റപ്പെട്ട ഉണങ്ങിയ ശിഖരം പോലെ ആയിത്തീരും. പിന്നീട് ഒരിക്കലും അതിൽ ഫലം ഉളവാകുകയില്ല. സത്യത്തിൽ നാം ഫലരഹിതരായി പോകരുത് എന്ന് ആഗ്രഹിക്കുന്ന ഒരു ദൈവം നമുക്കുണ്ട്. നാം എപ്പോഴും ഫലം പുറപ്പെടുവിക്കണമെന്ന് ദൈവം ഇഷ്ടപ്പെടുന്നു. അതുകൊണ്ട് അവിടുന്ന് മുൻകൂട്ടി എല്ലാ കാര്യങ്ങളും നമ്മോട് പറഞ്ഞിരിക്കുന്നു. നാം എപ്പോഴും തായ്തണ്ടിനോട് ചേർന്ന് നിൽക്കണം. ഒരു വൃക്ഷത്തിൻ്റെ എല്ലാ ശിഖരങ്ങളും പ്രധാന തായ്തണ്ടിനോട് ചേർന്ന് സമൃദ്ധമായി വളരുകയും ഫലം പുറപ്പെടുവിക്കുകയും ചെയ്യുന്നത് പോലെ നാമും അപ്രകാരം തന്നെ ക്രിസ്തുവിൽ ചേർന്ന് നിൽക്കണം. യേശു പറയുന്നു, എൻ്റെ വചനം നിങ്ങളിൽ ജീവിക്കണം, അപ്പോഴാണ് നിങ്ങൾക്ക് ഫലം പുറപ്പെടുവിക്കാൻ കഴിയുക. വചനത്തിൽ നിന്ന് വ്യതിചലിക്കുമ്പോൾ നാം ഫലശൂന്യരായിത്തീരും. നാം ക്രിസ്തുവാകുന്ന കൃപയുടെ വചസ്സുകളെ സ്നേഹപൂർവ്വം സ്വീകരിച്ചുകൊണ്ട് ആ വചനാധിഷ്ഠിതമായി ജീവിക്കുവാൻ പരിശ്രമിക്കുമ്പോൾ നമ്മുടെ ജീവിതം ഫലദായകമാകും. ലോകം ആഗ്രഹിക്കുന്നതും അതുതന്നെയാണ്. നാം ലോകത്തിൽ ഫലമുള്ളവരായി തീരണം. നാം തായ്തന്നോട് ചേർന്ന് നിന്നുകൊണ്ട് നന്മയുടെയും സ്നേഹത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും വിശുദ്ധിയുടെയും ഫലങ്ങൾ പുറപ്പെടുവിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. യേശു ആവർത്തിച്ച് പറയുന്നു ഇന്നത്തെ സുവിശേഷത്തിലൂടെ, നിങ്ങൾ എന്നിൽ വസിക്കുകയും എൻ്റെ വാക്ക് നിങ്ങളിൽ നിലനിൽക്കുകയും ചെയ്യുന്നുവെങ്കിൽ ഇഷ്ടമുള്ളത് ചോദിച്ചുകൊള്ളുക, നിങ്ങൾക്ക് ലഭിക്കും. ഇത് ക്രിസ്തുവിൻ്റെ വാഗ്ദാനമാണ്. നാം ക്രിസ്തുവിൽ ചേർന്ന് നിന്നുകൊണ്ട് അവൻ്റെ വചനാധിഷ്ഠിതമായി നിലകൊള്ളുന്നുവെങ്കിൽ നാം ചോദിക്കുന്നതൊന്നും അവിടെ നിഷേധിക്കുകയില്ല. അവിടുന്ന് സമൃദ്ധമായി നമുക്ക് നന്മ തരുകയും നമ്മെ കൂടുതൽ ഫലദായകമാക്കുകയും ചെയ്യും. നമ്മൾ ധാരാളം ഫലം പുറപ്പെടുവിക്കണമെന്നും അങ്ങനെ നമ്മളിലെ നന്മയുടെ ഫലം കണ്ട് ക്രിസ്തുവിൻ്റെ ശിഷ്യത്വത്തിലൂടെ പിതാവിനെ മഹത്വപ്പെടുത്തണമെന്നും ക്രിസ്തു ആഗ്രഹിക്കുന്നു. അപ്രകാരമുള്ള ഒരു സാക്ഷ്യ ജീവിതം ഇന്ന് സുവിശേഷം നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുക. നമുക്ക് കുറച്ചുകൂടി നന്മ നിറഞ്ഞ ഫലം പുറപ്പെടുവിക്കുന്നവരാകാൻ ശ്രദ്ധാലുക്കളാകാം. ക്രിസ്തുവിൽ നിന്ന് അകന്നു പോകാതിരിക്കുവാൻ അവൻ്റെ സ്നേഹത്തിൻ്റെയും വചനത്തിൻ്റെയും ബലങ്ങളിൽ ചേർന്ന് നിൽക്കാൻ നാം പരിശ്രമിക്കുമ്പോൾ നമ്മുടെ ജീവിതം കുറച്ചുകൂടി അനുഗ്രഹദായകമായി തീരും. ഈ കാലഘട്ടത്തിൽ ക്രിസ്തു സ്നേഹത്തിൻ്റെ പൂർണ്ണത നമ്മുടെ ജീവിതത്തിൽ എന്നും നിലനിൽക്കുവാനും ആ കൃപയിൽ നിലനിന്നുകൊണ്ട് അനേകർക്ക് ഫലം നൽകുവാനുമുള്ള ആത്മീയ കൃപാവരം നമ്മൾ പ്രാർത്ഥിക്കുകയും തീക്ഷ്ണമായി അവ സ്വന്തമാക്കുവാൻ പരിശ്രമിക്കുകയും ചെയ്യണം.
ക്രിസ്തു നമ്മളിലുണ്ടെങ്കിൽ നാം ബലമുള്ളവരാണ്. ക്രിസ്തുവിൻ്റെ ചൈതന്യവും സ്നേഹവും സംരക്ഷണവും നമുക്ക് ലഭിക്കുമ്പോൾ മാത്രമാണ് മറ്റുള്ളവർക്ക് ഫലം നൽകുവാൻ നമുക്ക് സാധ്യമാവുക. ക്രിസ്തു ആഗ്രഹിക്കുന്ന വിധത്തിലുള്ള ഫലം നൽകി അനുദിനം അവൻ്റെ സ്നേഹത്തിൽ കടന്നു പോകുവാൻ നമ്മൾ ആത്മാർത്ഥമായി പരിശ്രമിക്കുമ്പോൾ നമ്മുടെ ജീവിതം യഥാർത്ഥത്തിൽ ക്രിസ്തു കേന്ദ്രീകൃതമാവുകയും ഈ കാലഘട്ടത്തിൽ നമുക്ക് അനേകർക്ക് സ്വർഗീയ നന്മകൾ പകരുവാൻ നമ്മൾ യോഗ്യരായിത്തീരുകയും ചെയ്യും. ക്രിസ്തു നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നതും അപ്രകാരമാണ്. തായ്തണ്ടാകുന്ന ക്രിസ്തുവിനോട് ചേർന്ന് നിന്നുകൊണ്ട് അവൻ്റെ ഇഷ്ടം നിറവേറ്റുന്ന മക്കളായി തീരാൻ കൃപാവരം പ്രാർത്ഥിക്കാം. കർത്താവ് നിങ്ങളോട് കൂടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നമ്മേവരെയും സമൃദ്ധമായി അനുഗ്രഹിച്ച് ആശീർവദിക്കുമാറാകട്ടെ. ആമേൻ.